തേങ്ങയും പപ്പടം കാണും കിട്ടിയിട്ടില്ലെങ്കിൽ അന്ന ചതച്ചാണ് ചമ്മന്തി ആക്കിയാണ് പപ്പടം ചുടുന്നാറ്. അതിന്റെ ആവശ്യം വരൂല മുതലാളി. ഫവാസ് ഒരു കാര്യേറ്റ അത് മിയാമിയ. അരമുറി ചിരകിയ തേങ്ങയും 2 പപ്പടം, അതിനാണ് ആ പൈസ. ഒരിക്കലും നാട്ടിലത്തെ പൈസ ആയിട്ട് കൂട്ടരുതെന്ന് പറയാം. പക്ഷെ ഞാൻ ഇടക്കിടക്ക് കൂട്ടും. പുതിയത് വന്നതല്ലേ, അതുകൊണ്ടാണ്. അത് ശരിയായിക്കോളും. പിന്നെ എന്റെ ആറിൽ എടുത്താണ്ട് നേരെ ഷോപ്പിക്ക്, ഒപ്പം ചെറിയൊരു മൂളിപ്പാട്ടും. ഷോപ്പിലാണെങ്കിൽ നല്ല മലബാറി ബിരിയാണി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ നൃത്തം കണ്ടാല് വെള്ളിയാഴ്ച ഇറച്ചിക്ക് പൈസ ഇല്ലാത്തവര് നിൽക്കൂലേ, അതേമാതിരി ഉണ്ട് ഓലൊക്കെ നൃത്തം. കാട്ടിക്കൂട്ടലുണ്ടാക്കിയതും ചമ്മന്തി ഉണ്ടാക്കിയത് ഓനാണ്. ഈ അവസ്മാരാൾക്കെ കോഴിക്കളമാരി നിൽക്കണ്ടപ്പോഴേക്ക് എന്താ സംഭവം? ഇതന്നെ സംഭവം. ആര് വന്നാലും ഇല്ലെങ്കിലും ഞമ്മള് റെഡി. കസ്റ്റമർ ഒന്ന് കഴിഞ്ഞിക്കണമെങ്കിൽ വന്നാണ്ട് ബിരിയാണി കഴിക്കാതെ എഴുതി നടക്കണ ഇസ്മായിൽക്ക. ഈ പാകിസ്ഥാൻ ബിരിയാണി മാത്രം നിന്നാണ് ടേസ്റ്റ് ഇല്ല നാവില്. ഈ മലബാർ ബിരിയാണി ചെന്നപ്പോ എന്റെ അല്ലാ വല്ലാത്ത ടേസ്റ്റ്. പക്ഷെ പള്ള 8 മാസം കഴിക്കണിപ്പോ. പള്ള ഫുള്ള് കഴിക്കുമ്പോ 7-Up പെപ്സിനും കുടിക്കരുത്. ഒരു സുനൈമാനിയിൽ ചെറിയൊരു നാരങ്ങ വീഞ്ഞാണ്ട് അതിങ്ങനെ കൂട്ടിക്കണം. കൂട്ടി കഴിഞ്ഞാണ്ട് നേരെ റൂമിക്ക്. ആ ഷോക്സ് ഒക്കെ ഊരുമ്പോ ഒരു സുഖം എന്താണോ, രാവിലെ നീച്ചാണ്ട് നേരെ പോണം ഡ്യൂട്ടിക്ക്. റൂമിലാണെങ്കിൽ ലൈറ്റ് ഇടാൻ പറ്റൂല. ഇനി നമ്മളൊരു കൗതുകത്തരം വേണ്ടാണ്ട് ലൈറ്റ് ഇട്ടാ പിന്നെ അതും പല ഭാഷയില്. അപ്പൊ ഇതും ശുഭം.